എല്ലാവർക്കും നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ബ്രഷ് ടൂളും ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂളുമാണ്. രണ്ടിന്റെ ഷോർട്ട് കട്ട് Y ആണ്. അപ്പൊ ഈ രണ്ട് ടൂൾസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യത്തെ ഹിസ്റ്ററി ബ്രഷ് ടൂള്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിന്റെ ഇടയിൽ നമുക്കൊരു ചെയ്തൊരു കാര്യം അത് നമുക്ക് ഇറേസ് ചെയ്യണം തോന്നുന്നു, അത് വേണ്ടായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ബ്രഷ് ടൂൾ വെച്ചിട്ട് അതിന് മാത്രം, അതായത് ഒരു ഇമേജിൽ ഒരു എഫക്റ്റ് കൊടുക്കുകയും പെയിന്റ് ചെയ്യുക, അങ്ങനെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററി ബ്രഷ് ടൂൾ വെച്ചിട്ട് അതിനെ ഇറേസ് ചെയ്യാൻ പറ്റും. ഇനി ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാർട്ടൂണി എഫക്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആർട്ട് ഹിസ്റ്ററി ബ്രഷ് ടൂൾ യൂസ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ടൂളായിട്ടുള്ള ഹിസ്റ്ററി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മൂന്ന് ഭാഗത്ത് ഈ ക്യൂബിന്റെ മൂന്ന് സൈഡിലായിട്ട് മൂന്ന് കളർ കൊടുത്തു. അപ്പൊ അതിനായിട്ട് ബ്രഷ് സെലക്ട് ചെയ്തു. ഇനി അതിന് മുന്നേ ആയിട്ട് ഈ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഇപ്പൊ ഈ ഇമേജ് ഇരിക്കുന്നത്. അതിന് ഞാൻ ലെയർ ആക്കി മാറ്റുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്തു, അത് ലെയറായി മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മൂന്ന് സൈഡിൽ മൂന്ന് കളർ കൊടുത്തു നോക്കാം. കളർ ഇവിടെ റെഡ് സെലക്ട് ചെയ്തു. ആദ്യം ടോപ്പ് ഏരിയയിൽ ബ്രഷ് വെച്ചിട്ട് റെഡ് കളർ ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ വേറൊരു കളർ കൊടുക്കാം. ഗ്രീൻ സെലക്ട് ചെയ്തു. ഓക്കെ, വേറൊരു കളറും കൂടെ സെലക്ട് ചെയ്യണം. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ബ്ലൂവും കൊടുത്തു. അപ്പൊ ഇനി നമുക്ക് തോന്നുന്നതാണ് ഈ ടോപ്പിലുള്ള ഈ റെഡിന് പകരം വേറൊരു കളറാണ് അവിടെ വേണ്ടിയിരുന്നത് നമുക്ക് തോന്നുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യുക, കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ബാക്കിലേക്ക് പോയിട്ട് വീണ്ടും ആദ്യം മുതൽ ചെയ്തു വരും. അപ്പൊ അൺഡു ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് പിന്നിലേക്ക് പോകാൻ ചെയ്യാം. ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ചെയ്തിട്ടുള്ള ബ്ലൂ കളർ പോയി, വീണ്ടും ചെയ്യാം. അപ്പൊ ഗ്രീന് പോയി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ രണ്ട് കളറും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ റെഡിനെ ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ ഇറേസർ ടൂൾ വെച്ചിട്ട് ഒന്ന് ഇറേസ് ചെയ്തിട്ട് നോക്കാം. ടൂൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ റെഡ് ഏരിയ മാത്രം മാച്ച് കളയുമ്പോൾ അത് കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് ഇറേസ് ആയിട്ട് പോണത്. നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ആ റെഡ് കളർ, അതായത് ഫസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെയിന്റിംഗ് ഇല്ലേ, എല്ലാ റെഡ് കളർ മാത്രമായിട്ട് ഇറേസ് ആയിട്ട് പോയാൽ മതി. ഇപ്പൊ ഞാൻ ഹിസ്റ്ററി ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാണ്. ഇനി ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റും റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റും യൂസ് ചെയ്യാം. അതിനുശേഷം ഈ ടൂൾ വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറേസ് ചെയ്ത് പോകണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള ആക്ഷൻ മാത്രമാണ് ഇവിടെ ഇറേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഇറേസർ ടൂൾ വെച്ച് മാറ്റുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് അടക്കമാണ് ഇറേസ് ആയിരുന്നത്. ഈ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആക്ഷൻ മാത്രമാണ് ഇറേസ് ആവുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫോട്ടോഷോപ്പ് സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എവിടെ പോയി കാണാൻ പറ്റുന്ന വിൻഡോയിൽ പോയി ഇവിടെ ഹിസ്റ്ററി ഉണ്ട് കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു പാനൽ ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ കിട്ടും. കണ്ടില്ലേ? അപ്പൊ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന കാര്യം നോക്കാം. നമ്മളിപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഹിസ്റ്ററി പാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓപ്പൺ കണ്ടോ. അതായത് നമ്മളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു, അതിവിടെ കാണിക്കുന്നുണ്ട്, ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി അവിടെ ഒരു ആക്ഷൻ ചെയ്യാൻ പോകണം. അപ്പൊ അതിനായിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. ശരിയാണ്, ജസ്റ്റ് ഇവിടെ പെയിന്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ബ്രഷ് ടൂൾ എന്ന് വന്നിട്ടുണ്ട്. അതായത് പെയിന്റ് കൊടുത്തില്ലേ, റെഡ് കളർ കൊടുത്തത് റെക്കോർഡ് ആയിട്ടുണ്ട്. കളർ മാറ്റിയിട്ട് ഒന്നും കൂടെ കൊടുക്കുക. ഗ്രീൻ സെലക്ട് ചെയ്തു, ജസ്റ്റ് പെയിന്റ് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ടാമതൊരു ആക്ഷൻ കൂടെ വന്നിട്ടുണ്ട്. ഒരു കളർ ഒന്ന് മാറ്റാം. ബ്ലൂ സെലക്ട് ചെയ്തു, പെയിന്റ് ചെയ്തു. മൂന്ന് ആക്ഷൻ നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്തിട്ടുള്ള മൂന്ന് ആക്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ കൺട്രോൾ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് അൺഡു ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് കാണിച്ചു തരാം. ആൾട്ട് കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. അപ്പൊ
ഫസ്റ്റത്തെ ആക്ഷൻ ഇവിടുന്ന് പോയി, അതായത് ബ്ലൂ കളർ ഇവിടുന്ന് ഹൈഡ് ആയിട്ടുണ്ട്. ഒന്നും കൂടെ കൺട്രോൾ സെറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഗ്രീനും ഇവിടുന്ന് പോയിട്ടുണ്ട്, ഒന്നും കൂടെ കൺട്രോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റെഡും പോയിട്ടുണ്ട്. 3 ആക്ഷൻ, ഈ 3 ആക്ഷനും ഇവിടെ ഹൈഡ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളും തിരിച്ചെടുക്കാൻ പറ്റും. ഡിലീറ്റ് ചെയ്യണമെന്ന് വെക്കുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏത് മുതലാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? ഇപ്പോൾ റെഡ് മുതൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ആക്ഷൻ അല്ലേ റെഡ്, അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചെയ്തിട്ടുള്ള 3 ആക്ഷൻസും റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ടൂളാണ് ആർട്ടിസ്റ്റ് ബ്രഷ് ടൂൾ. ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് ആർട്ടിസ്റ്റിക് സ്റ്റൈലൊക്കെ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വൈയാണ് ഷോർട്ട് കട്ട്, സെലക്ട് ചെയ്തു. ഇതിൻ്റെ മേൽഭാഗത്ത് ശ്രദ്ധിക്കുക, ഇവിടെ കുറേ എഫക്റ്റുകൾ തന്നിട്ടുണ്ട്. ഇത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്റ്റുകളാണ്. ഞാൻ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലെയറിലാണ് നമ്മൾ പുതിയ എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. ബ്രഷിൻ്റെ സൈസ് നമുക്ക് വേണ്ട പോലെ കൂട്ട കുറയ്ക്കാൻ ചെയ്യാം. ഇപ്പം ഈ ഒരു സൈസ് എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് കുറച്ചൊരു ബ്ലറായിട്ടുള്ളൊരു എഫക്റ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, രണ്ടും ചെയ്യുന്നുണ്ട്. വേറൊരു എഫക്റ്റാണ് സെലക്ട് ചെയ്ത് നോക്കാം. ഇനി വരയ്ക്കുമ്പോൾ ഓക്കെ, ഒരു പെയിന്റിങ് എഫക്റ്റാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ബ്രഷിന്റെ സൈസ് ഒന്നും കൂടെ ചെറുതാക്കിയതിന് ശേഷം ഈ സെൻട്രൽ ഏരിയയും കൂടെ വരച്ചു കൊടുക്കണം. ഒരു പെയിന്റിങ് എഫക്റ്റ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. തേർഡ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എഫക്റ്റ് വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ഏരിയയും ടോളറൻസ് വാല്യൂ ഒക്കെ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഏരിയയിലാണ് ഈ എഫക്റ്റ് വരേണ്ടത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എടുത്ത് നോക്കുക, ഇത് ഓരോ എഫക്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.